നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ശക്തരായ എണ്ണം പറഞ്ഞ നേതാക്കളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ നരേന്ദ്രമോദിക്ക് അടിതെറ്റും. യുഎസിനെ പിണക്കാതെ ട്രംപിന്റെ താളത്തിനൊത്ത് മോദി താളം തുള്ളിയപ്പോൾ റഷ്യ എതിരായി. പാകിസ്ഥാൻ റഷ്യ ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മോദിക്ക് ഭയം തോന്നി തുടങ്ങി. റഷ്യ ചൈന പാകിസ്ഥാൻ സഖ്യം രൂപീകരിക്കപ്പെട്ടാൽ ഇന്ത്യ ഒരൊറ്റ നിമിഷം കൊണ്ട് ഭസ്മമായി മാറാനുള്ള സാധ്യതകൾ വിദൂര സങ്കല്പമല്ല. അതിനിടയിലും അമേരിക്കൻ ശാസനപ്രകാരം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചോ എന്ന കാര്യത്തിൽ ഒളിച്ചുകളി തുടരുകയാണ് കേന്ദ്ര സർക്കാർ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചുവെന്നും വീണ്ടും വാങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സമിതിക്ക് രൂപം നൽകിയെന്നും അറിയിച്ചുള്ള ഔദ്യോഗിക ഉത്തരവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് പുറപ്പെടുവിച്ചത്. ഇത് ശരിവെക്കാനോ തള്ളിപ്പറയാനോ കേന്ദ്ര ബി.ജെ.പി. സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ വാണിജ്യ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നേക്കി പുറത്തു വന്നിട്ടില്ല. റഷ്യൻ എണ്ണ അവസാനിപ്പിച്ചതിൽ പ്രതിരോധ മന്ത്രാലയവും അസ്വസ്ഥതയിലാണ്. പ്രതിരോധ മേഖലയിൽ കാലങ്ങളായി തുടരുന്ന റഷ്യൻ സഹകരണം അവസാനിപ്പിക്കുമോ എന്ന ആശങ്കയാണ് ഇതിന് പ്രധാന കാരണം. മന്ത്രാലയങ്ങൾ തമ്മിൽ യാതൊരു ഏകോപനമോ ധാരണയോ ഇല്ലാതെയാണ് വ്യാപാര കരാറിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്രമന്ത്രിമാർ ഇതുവരെ നടത്തിയ പ്രതികരണങ്ങളെല്ലാം. റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കരാറിന്റെ ഭാഗമല്ല എന്നായിരുന്നു വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രതികരണം. റഷ്യൻ എണ്ണ വാങ്ങുമോ ഇല്ലയോ എന്ന ചോദ്യം വിദേശ മന്ത്രാലയത്തോടാണ് ഉന്നയിക്കേണ്ടതെന്നും ഗോയൽ ക്ഷുഭിതനായി പറഞ്ഞു. എന്നാൽ കരാർ കാര്യങ്ങൾ ഗോയലിനാണ് കൂടുതലായി അറിയുക എന്നാണ് റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടതെന്നും വിദേശമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. തിങ്കളാഴ്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇതിന് വ്യക്തതയുണ്ടായില്ല. ദേശീയ താൽപര്യവും വിപണി വിലയും വിതരണ സുരക്ഷയും കണക്കിലെടുത്തായിരിക്കും ഊർജ്ജ സ്രോതസ്സുകളുടെ കാര്യത്തിലുള്ള ഇന്ത്യയുടെ തീരുമാനമെന്നായിരുന്നു മറുപടി. റഷ്യൻ എണ്ണ തുടർന്ന് വാങ്ങുമോ യുഎസ് നിർദ്ദേശപ്രകാരം നിർത്തിയെന്നോ അദ്ദേഹം പറയാൻ തയ്യാറായില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും മറ്റും ഘട്ടത്തിൽ പാക് സേനയുടെ വ്യോമാക്രമണങ്ങളെയും മറ്റും ഇന്ത്യ പ്രതിരോധിച്ചത് റഷ്യൻ ആയുധങ്ങളുടെ പിൻബലത്തിലായിരുന്നു. റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനവും നിർണായകമായി. റഷ്യയിൽ നിന്ന് കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാനുള്ള ആലോചനകൾ നടക്കുന്ന ഘട്ടത്തിലാണ് യുഎസ് ഇടപെടലുണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി റഷ്യൻ എണ്ണ ഇറക്കുമതി മോദി സർക്കാർ നിർത്തലാക്കുന്നത് രാജ്യത്ത് വലിയ പ്രത്യാഘാതമായിരിക്കും സൃഷ്ടിക്കുന്നത്. റഷ്യയുമായുള്ള നയതന്ത്ര പ്രതിരോധ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നതിനൊപ്പം വില കൂടിയ അമേരിക്കൻ എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് സമ്പദ്ഘടനയുടെ നടുവൊടിക്കും. ആവശ്യമുള്ള അസംസ്കൃത എണ്ണയുടെ 90% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ ഭൂരിഭാഗവും കുറഞ്ഞ വിലയിൽ നൽകിപ്പോകുന്നത് റഷ്യയും. കഴിഞ്ഞ വർഷം ജൂണിൽ 20 ലക്ഷം ബാരൽ എണ്ണയാണ് പ്രതിദിനം റഷ്യ നൽകിയത്. ഇതേ തുടർന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വില കൂടിയ എണ്ണയുടെ ഇറക്കുമതി ഒഴിവാക്കി വിദേശ നാണ്യച്ചോർച്ച ഒഴിവാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. വില കൂടിയ അമേരിക്കൻ പാശ്ചാത്യ എണ്ണ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ തിരിച്ചടിയുണ്ടാകും. ഇന്ധന വിലയും കറന്റ് അക്കൗണ്ട് കമ്മിയും വർദ്ധിപ്പിക്കും. ഇത് പണപ്പെരുപ്പ നിയന്ത്രണ സംവിധാനങ്ങളെ അപകടപ്പെടുത്തും. സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് വഴിയൊരുക്കും. രാജ്യത്തെ സാധാരണക്കാർ ദുരിതം പേറേണ്ടി വരും. പുതിയ എണ്ണക്കരാറുകളുടെ പുനഃക്രമീകരണം റിഫൈനറികളെയും ബാധിക്കും. കട്ടികൂടിയ റഷ്യൻ എണ്ണ ശുദ്ധീകരിക്കാൻ നിർമ്മിച്ച റിഫൈനറികളുടെ ഘടകഭാഗങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരുന്നത് അധിക ചെലവ് വരും. എന്നാൽ അതേസമയം വ്യാപാര കരാറിലൂടെ യുഎസ് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നത് ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകളിൽ നിന്ന് തയ്യാറാക്കിയ കാലിത്തീറ്റയാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു നൽകില്ല എന്ന ദീർഘകാല നിലപാടിലാണ് വ്യാപാര കരാറിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നതെന്നും മോദി അവകാശപ്പെടുന്നു. ഡിസ്പ്ലേസ് ട്രൈസ്ക്രീൻസ് വിത്ത് സോൾബിറ്റ്സ് എന്ന കാലിത്തീറ്റയാണ് ₹1 പോലും ഇറക്കുമതി തീരുവ നൽകാതെ യുഎസ് കമ്പനികൾ രാജ്യത്ത് വിൽക്കുക. പിണ്ണാക്കും ധാന്യപ്പൊടിയും ഒക്കെ ഉപയോഗിച്ച് ശീലമുള്ള ക്ഷീര കർഷകർക്ക് പരിചയമില്ലാത്ത കാലിത്തീറ്റയാണ്. ചോളമടക്കമുള്ള ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകളിൽ നിന്ന് ജൈവ ഇന്ധനമായ എഥനോൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പോൽപ്പന്നമാണിത്. ഏകദേശം 10 വർഷത്തെ യുഎസിന്റെ നിരന്തര ആവശ്യത്തിനും കാത്തിരിപ്പിനും ശേഷമാണ് DDGS ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ഇപ്പോൾ അനുമതി നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ യുഎസ് പ്രസിഡന്റ് ആയ കാലത്ത് നടന്ന എല്ലാ വ്യാപാര ചർച്ചകളുടെയും പ്രധാന വിഷയം DDGS ആയിരുന്നു. ഇതേക്കുറിച്ച് പഠനം നടത്താൻ ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ വിപണനം നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ സർക്കാർ സമിതിയായ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി 2 ഉപസമിതികളെ നിയമിച്ചു. DDGS-നെ കുറിച്ച് വിശദ പഠനം നടത്തിയ 2 ഉപസമിതികളും റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും സർക്കാർ ഇതുവരെയും ആ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ GAAC പരിശോധിക്കുന്നുണ്ടെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ ഒരുപാട് ബാക്കി വെച്ചുകൊണ്ട് വലിയൊരു കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ അതിനു പിന്നിൽ മോദിയെ ഒരൊറ്റ രാത്രി കൊണ്ട് പ്രേരിപ്പിച്ച ഘടകം അതെന്താണെന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്.